കേന്ദ്ര സർക്കാരിന്റെ ഉമംഗ് ആപ്പിൽ സുരക്ഷാ വീഴ്ചയെന്നാണ് കണ്ടെത്തൽ. 10,000-കണക്കിന് ഉപഭോക്താക്കളുടെ വിശദാംശങ്ങൾ ചോർത്താൻ കഴിയുമെന്ന് വിദഗ്ധർ കണ്ടെത്തി. ആപ്പ് വഴി ലഭ്യമാകുന്ന 100ഓളം സർവീസുകളിലെ വിവരങ്ങൾ ഹാക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ശരത്ലാൽ വിവരങ്ങളുമായി ചേരുന്നു. ശരത്, ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10 വർഷം മുമ്പ് 8 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് ഉമാങ്. അതായത് യുണൈറ്റഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ദ ഗവർണൻസ് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. അത്തരത്തിലുള്ളത് അതായത് EPFO, അതേപോലെ LPG തുടങ്ങി 2400 സർക്കാർ സേവനങ്ങൾ ഒറ്റ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി അല്ലെങ്കിൽ മൊബൈൽ അടിസ്ഥാനമായുള്ള ആപ്ലിക്കേഷൻ വഴി ഉപഭോക്താക്കൾക്ക് നൽകുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. ഈ പോർട്ടലിലാണ് ഗുരുതരമായ സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്തിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് പേരുള്ള അല്ലെങ്കിൽ ഡാറ്റകൾ സ്റ്റോർ ചെയ്ത ഉമാങ് ആപ്ലിക്കേഷനിൽ പലതും വളരെ എളുപ്പത്തിൽ തന്നെ ഹാക്ക് ചെയ്യാം എന്നതാണ് റിസർച്ചുമാരുടെ കണ്ടെത്തൽ. അതുപോലെ EPFO, ഇന്ത്യയിലെ എംപ്ലോയി പ്രോവിഡൻസ് ഫണ്ട് ഓർഗനൈസേഷൻ്റെ ഡാറ്റ, അതേപോലെ തന്നെ LPG സിലിണ്ടർ ബുക്കിംഗ്, ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ LPG സിലിണ്ടർ ബുക്കിങ്ങിൻ്റെ മുഴുവൻ ഡാറ്റയും ചോർത്താൻ വളരെ എളുപ്പം ചോർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ഉമാങ് ആപ്പിൻ്റെ തന്നെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കണ്ടെത്തലാണ് 2 റിസർച്ചർമാർ നടത്തിയ ഗവേഷണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും സർക്കാരും IT മന്ത്രാലയവും ഇത് സംബന്ധിച്ചിട്ടുള്ള എന്താണ് അവരുടെ ഒരു വിശദീകരണം എന്ന കാര്യത്തിലാണ് ഇനി നമുക്ക് കാര്യങ്ങൾ അറിയേണ്ടത്. ഇതുവരെ ഇത് സംബന്ധിച്ച ഒരു വിശദീകരണം IT മന്ത്രാലയം ഇതുവരെ തന്നിട്ടില്ല. കാരണം ഏറ്റവും ഗ്ലോബൽ സൈബർ സ്പേസ് സമ്മേളനത്തിലാണ് 5th ഇത്തരം ഒരു പ്രോജക്റ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത്. അതനുസരിച്ച് 24,000 സർക്കാർ സേവനങ്ങളുടെ ഒരു കുടക്കീഴിലാക്കി കൊണ്ടാണ് ഈ പോർട്ടൽ രൂപീകരിക്കപ്പെട്ടതും. അതിനുശേഷമാണ് ഇത് സംബന്ധിച്ച സുരക്ഷാ വീഴ്ചകളെ കാര്യമായി പരിഗണിക്കാതെ തന്നെയാണ് സർക്കാരും പോർട്ടലും മുന്നോട്ട് പോയത് എന്നാണ് ഇപ്പോൾ NICA ഗവേഷണ വിഭാഗത്തിന് അടിസ്ഥാനമാക്കി നടത്തിയ ഗവേഷണത്തിൽ 2 ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ശ്രീലക്ഷ്മി. ഓക്കെ ശരത്ത്, ശരി.